ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ്. ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു നെഗറ്റീവ് വൈബ്, ആ രീതിയിലുള്ള ഒരു വ്യക്തി എന്നെ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വൈൻസ് ആണ്. ഇപ്പോൾ നൈറ്റ് ഓഫ് വൈൻസ് എന്ന് പറയുമ്പോൾ ഫ്ലർട്ടി ആയിട്ടുള്ള ആ ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഉണ്ട്. തേർഡ് പാർട്ടിയാണ്. ഇവിടെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ ആ വ്യക്തി വളരെയധികം ആ ഡബിൾ എനർജിയുടെ അധീനതയിലാണെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ്. ആ ജയിലിൽ കിടക്കുന്ന അവസ്ഥ അവിടെ നിന്ന് അങ്ങോട്ട് അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലാണ്. അവരുടെ കൺട്രോളിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഫ്ലഡി ആയിട്ടുള്ള ഈ ഒരു ആളിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നു. ഇവിടെ എപ്പോഴും നമ്മൾ വാഗ്വാദങ്ങളും പിന്നെ അതിനെ ചൊല്ലി പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നാണ്, വഴക്കാണ് എപ്പോഴും അത് കാണിക്കുന്നുണ്ട്. ഇവിടെ 9 ഓഫ് വൈൻസ് ആണ്. ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം മനസ്സിൽ വന്നിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ നിന്നിട്ട് കടിച്ചു പിടിച്ച് നടന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നാണ്. കാരണം ഇവിടെ ഈ 9 ഓഫ് വൈൻസ് വരുമ്പോൾ വേണമെങ്കിൽ രക്ഷപ്പെടാം. കാരണം ഈ ഒരു വൈബ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് വളരെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാനസിക സംഘർഷങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം ഡബിൾ എനർജി എന്ന് പറയുന്നത് അത്ര നല്ല എനർജി അല്ല. അപ്പോൾ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണമോ എന്നുണ്ടെങ്കിൽ പോലും അതിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്നു എന്നാണ്. ഓക്കെ, ഈ വ്യക്തി അപ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓർക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇയാൾ ഈ കാര്യത്തിൽ ഇപ്പോൾ അൺസാറ്റിസ്ഫൈഡ് ആണ്. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ് എന്നാണ്. ഈ കാര്യങ്ങളിലെല്ലാം പിന്നെ കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ആ അവസ്ഥ വരുന്നത് ചില വീണ്ടും വിചാരങ്ങളായിരിക്കാം. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. ഒരു കാലത്ത് അയാൾ ചിന്തിക്കുകയാണ്, ഇത് അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നത് ഈ വ്യക്തി ഈ തേർഡ് പാർട്ടിയോട് മാത്രമല്ല നിങ്ങളോടും ആ രീതിയിലുണ്ടായിരുന്നു എന്നാണ്. കാരണം നമ്മൾ തമ്മിലുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് ഒരു യോജിപ്പില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നമ്മുടെ ബന്ധത്തിലും അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലും അത് നടക്കുന്നു. കാരണം അത് അങ്ങനെ ഒരു ഷാഡോ സൈഡ് ഈ വ്യക്തിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഷാഡോ സൈഡിലെല്ലാം തന്നെ എൻ്റെ തെറ്റുകൾ നീ തിരുത്തി തന്നിട്ടുണ്ട്. എനിക്കതിപ്പോൾ ഓർമ്മ വരുന്നു. അന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. അന്ന് നീ എത്ര പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നീ അത് പറയുന്ന ഒന്നും തന്നെ എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നാണ്. എൻ്റെ ജീവിതത്തിലെ ചില നല്ല കാര്യങ്ങൾ, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴെല്ലാം എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരാറുണ്ട് എന്ന് പറയുന്നു. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് അന്നുണ്ടായിരുന്നത് എന്നിപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നിന്നിൽ നിന്ന് ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടിരിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ മനസ്സിനെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ വളരെയധികം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു, ഒരുപാട് ലെസൺസ് പഠിച്ചിരിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്ന്. അപ്പം ഞാൻ ഒരുപാട് പഠിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എനിക്കിപ്പോൾ ഞാൻ പല കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അയാൾ സോൾ ക്ലിയർ ആകാൻ വേണ്ടി, അതായത് അയാളുടെ മൈൻഡ് ക്ലിയർ ആകാൻ വേണ്ടി, ഇവിടെ ഹി ഓർ ഷീ ആരായാലും ആകാൻ വേണ്ടി ഇപ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്ന അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ്. വി ഹാവ് ടു മെനി ഡിഫറൻസസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വാല്യൂസ്. അന്ന് നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇയാൾ പറയുന്നത്. കാരണം അന്നത്തെ ആ അവസ്ഥയിൽ എനിക്കത് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അന്ന് ആ രീതിയിലൊക്കെ ആണ് ചിന്തിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അടുത്ത കാർഡ് നോക്കട്ടെ. അടുത്ത കാർഡ് 7 ഓഫ് വൈൻസ് ആണ്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം, കാരണം വെച്ചാൽ ഇപ്പോൾ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു. അങ്ങനെ അത് അധികകാലം ഒന്നും ആർക്കും ആരെയും കീഴ്പ്പെടുത്തി വയ്ക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഒരു സമയപരിധികളുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ 7 ഓഫ് വൈൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നൊക്കെ ഇയാൾ
എന്താ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡിഫൈൻസ് ചെയ്തൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ്. പക്ഷേ തേർഡ് പാർട്ടിയുടെ ആ ഒരു അധീനത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഇതിൽ നിന്നെല്ലാം ഒന്ന് വിട്ടുപോകണം, എനിക്കിത് മതിയായിട്ടുണ്ട് എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. മതിയായിട്ടുണ്ട്, എന്തായാലും സന്തോഷം. ദ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ട്, വളരെയധികം പ്രതീക്ഷയിലാണ്. എന്താണ് പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂടെ വരണം എന്ന് തന്നെയാണ്. അപ്പം നിങ്ങളെ വീണ്ടും ഒന്ന് പിന്നെ ശാന്തമാക്കണമെന്നും നിങ്ങളിലേക്ക് ജീവിതം വീണ്ടും കരുപിടിപ്പിക്കാൻ വേണ്ടി വരണമെന്നുമൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് സാമ്പത്തികമായ വിഷമതകൾ ഈ കൂട്ടത്തിൽ വന്നിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി അതെല്ലാം കവർന്നെടുത്തിരുന്നു എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി എല്ലാം കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിൽ പക്ഷേ നിങ്ങളുടേതും ആകാം. കാരണം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സമ്പന്നയാണെങ്കിൽ അല്ലെങ്കിൽ സമ്പന്നാണെങ്കിൽ നിങ്ങളിൽ നിന്നെല്ലാം അത് അപഹരിച്ചെടുത്തിട്ട് തേർഡ് പാർട്ടിക്ക് നൽകി, അങ്ങനെ ആ ഒരു അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം, അപ്പോൾ കുറച്ച് ഒന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു അല്ലേ, ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. കുറച്ച് സാമ്പത്തികമൊക്കെ ഇപ്പം ഉണ്ട്, ഗ്രോത്തൊക്കെ ആയി വരുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയായാലും കുറേ കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ ആ ഒരു അയഞ്ഞങ്ങ് കൊടുത്തിരുന്നതൊക്കെ ഇപ്പോൾ ഒന്ന് പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സാമ്പത്തികത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വേറെ 1-2 കാർഡ് കൂടി നോക്കട്ടെ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വളരെയധികം പിന്നെ ആൾ വളരെയധികം കുറച്ചും കൂടെയൊക്കെ ഒന്ന് പിന്നെ ഓക്കെ ആയ ലെവലൊക്കെ ഓക്കെ ആയി എന്നാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് നോക്കാം, ജഡ്ജ്മെൻറ്റ് പറയുന്നത് ഏസ് ഓഫ് സോഡ്സ്. ഏസ് ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചൊന്ന് ബോൾഡായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കുറച്ച് സ്വത്തിൻ്റെ സാമ്പത്തിക പിന്നെ ഉന്നമനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ബിസിനസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഒരു ഊർജ്ജസ്വലത വന്നിട്ടുണ്ടെന്നാണ്. അതായത് ഇനി എനിക്കൊന്ന് നേരെ നിൽക്കാം എന്നുള്ളിടത്തേക്കൊക്കെ ആളിപ്പോൾ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. 3 കാർഡും അടുപ്പിച്ചടുപ്പിച്ച് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ഏസ് ഓഫ് സോഡ്സ് ഉണ്ട്, അതിൻ്റെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത്. വളരെയധികം നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ നഷ്ടം ആയി എന്നുള്ള ആ ഒരു ബോധം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇവിടെ സോഡ്സ് വന്നിട്ടുണ്ട്, പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 3 കാർഡും വളരെ നല്ല പിന്നെ ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചും ന്യൂ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ട് മാറിയിട്ട് എനിക്കൊരു ജഡ്ജ്മെൻറ്റ് വേണം, ആ ജഡ്ജ്മെൻറ്റ് നീ എൻ്റെ കൂടെ സഹകരിച്ചാൽ മാത്രമാണ് എനിക്കത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്ക് പിന്നെ ചാരിയോട്ട് വരുന്നുണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പവർ നേടിയെടുത്തിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരടക്കും ചുട്ടിയൊക്കെ വന്നിട്ടുണ്ട്, ജീവിതത്തിനെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആൾ നല്ല ബോൾഡായിട്ടുണ്ട്, ചാരിയോട്സ് വരുന്നുണ്ട്. ഇവിടെ നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വിക്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി എല്ലാ കാര്യങ്ങൾക്കും, അതായത് കരിയർ ആണെങ്കിലും ശരി, ഫിനാൻസ് ആണെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങളോടുള്ള സമീപനമാണെങ്കിലും ശരി, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ ഈ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ നടന്നു. അപ്പോൾ ഒരു കാലഘട്ടം നമ്മളിവിടെയൊക്കെ കണക്കാൽ എടുക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ്, അത് കാർമിക് സൈക്കിൾസ് എന്ന് പറയും. ആ കാർമിക് സൈക്കിൾസ് നമുക്ക് കുറച്ച് എൻഡ് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ തരത്തിലുള്ള പിന്നെ പ്രോസ്പെരിറ്റി കടന്നു വരുള്ളൂ. അതുവരെ നമുക്ക് ചില വിഷമങ്ങൾ ഇങ്ങനെ വരും. ആദ്യത്തെ കാർഡ് തന്നെ, ഫസ്റ്റ് കാർഡേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിളാണ്. അപ്പോൾ ലാസ്റ്റ് കാർഡ് ചേരിയോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിനും ഒരു നീക്കുപോക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്കിന്ന് കാർഡ് തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള വൈബുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എനർജിയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ മാത്രം റീഡിംഗ് ആണിത്. അങ്ങനെയുള്ള എല്ലാവർക്കും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ആ റെസനേറ്റ് ആവുന്നത് തന്നെ അതിൽ 1-2 കാര്യങ്ങളായിരിക്കും
നിങ്ങൾക്ക് റെസനേറ്റ് ആകണമെങ്കിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്നാലേ മെനഞ്ഞാന്ന് അതൊരിക്കൽ ആ ഒരു കമൻറ്റ് എനിക്ക് കുറച്ച് ഒരു സംശയം ചോദിച്ചതാണ്. കാരണം പിന്നെ എന്താ സോൾമേറ്റിനെ കുറിച്ചോ എന്തോ പറയുകയാണ്. അപ്പോൾ അതാണ് ഇന്നലെ പറഞ്ഞു അങ്ങനെ, ഇന്നലെ മെനഞ്ഞാന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നതല്ല ഇത്. നിങ്ങൾ വീണ്ടും വീണ്ടും അത് ഞാൻ എടുത്ത് പറയണേ. ഞാൻ ഇന്നലെ ഷോർട്ടിൽ വിട്ടിട്ടുണ്ടത്. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാഴ്ച ഹാർട്ടായി അത്. മീൻസ് ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്, ഇത് ജനറൽ റീഡിംഗ് ആണ്, റെസനേറ്റ് ആവില്ല, റെസനേറ്റ് ആവുന്നവർ എടുക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ. അതെന്തിനാണ് അത് പറയുന്നത്? ഇത് നമുക്കില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇത് പറയുന്നതിനാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന് പറയുന്നതും അതിനാണ് നമ്പർ തരുന്നത്. അതിന് പേയ്മെൻ്റ് ഉണ്ട്. നിങ്ങളിത് വിചാരിക്കുന്ന പോലെ ചെറിയ കാര്യമല്ല. എടുത്ത് ഇത് ഒരാളുടെ എനർജി എടുത്ത് ഇത് പറയണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടേത് അറിയണമെങ്കിൽ ഇവിടെ ആരും ഇമ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ എടുക്കൂ, പേഴ്സണൽ റീഡിങ് എടുക്കൂ, പക്ഷേ നമ്മളെ നമ്പർ ഇടും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വരെ എത്രയോ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ പിന്നെ ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേത് അറിയണമെങ്കിൽ പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങൾക്ക് പരിഹാരം തേടാം. അത് വേറെ കാര്യം. ചുമ്മാതെ ജനറൽ റീഡിങ്ങിൽ വന്നിരുന്നിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടരുത്. കമൻ്റ് ഇടുന്നത് എനിക്കിഷ്ടമാണ്. നിങ്ങളുടെ പിന്നെ വൈബ് എനിക്കിവിടെ കിട്ടുകയും ചെയ്യും. പക്ഷേ അതെല്ലാം തന്നെ ഇത് നിങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം, ടൈംലെസ്സുമാണ്. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ അത് ചെയ്യണമെന്ന് പറയുന്നതിന് ആഗ്രഹമുണ്ട് എനിക്ക്. ചെയ്യുന്നത് ഞാൻ വീണ്ടും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നോക്കാറൊന്നുമില്ല, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ലൈക്ക്, കമൻറ്റ്, പിന്നെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.